പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ ഈ പ്രാവശ്യം പൊളിയാണല്ലോ അല്ലേ? അപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ആര് പുറത്തു പോകും എന്നറിയാൻ വേണ്ടിയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ചില മത്സരാർത്ഥികളുടെ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അതൊക്കെ എന്തുമാത്രം സത്യമാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്കത് പിന്നിങ്ങി വെക്കാം. അപ്പോൾ ലാലേട്ടൻ വരുമ്പം എന്തൊക്കെ ചോദിക്കും എന്നുള്ളതല്ല. ചില പ്രമോളൊക്കെ വന്നു അനിമോളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അനീഷിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു, സുപ്രഭാതം, ഗുഡ് മോർണിംഗ് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ലാലേട്ടൻ ചോദിക്കണം എന്നാവശ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്യാപ്റ്റൻസി ടാസ്കിനിടയിൽ അനിമോളും നമ്മുടെ സാബുമോനും ആര്യനും ആ കയറ് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന രീതിയിൽ കിച്ചണിൽ ചെല്ലുമ്പം നെവിൻ കാണിച്ച കുറച്ച് കോപ്രായങ്ങളുണ്ട്. അത് നാലാമതൊരാൾ ഇടപെട്ടു എന്ന് തോന്നുന്നു ക്യാപ്റ്റൻസിയിൽ. അത് ആര്യനെ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതെന്താണ് കാണിക്കുന്നത്? ഇത് കൃത്യമായിട്ട് ആ നെവിൻ ഒരു വാണിംഗ് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. നെവിൻ മികച്ചൊരു എൻ്റർടൈനർ. നമുക്ക് നെവിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയുമ്പം ആ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടല്ലോ ഓറാക്കിക്കൊണ്ടാണ് ഇവർ മൂന്ന് പേരും കളിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെവിൻ വന്നപ്പം നമുക്ക് കാണാനിടയ്ക്ക് ഹരമായെങ്കിലും പക്ഷെ അനാവശ്യമായ ഒരു കാര്യമായിട്ടാണ് നമുക്കത് തോന്നിയത്. അപ്പം അനിമോളെ പുറത്താക്കാൻ തന്നെയാണ് നെവിൻ ഇറങ്ങിയത് എന്ന് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ നെവിനുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെവിൻ ഇച്ചിരി ഓവറായി മാറി, ഇച്ചിരി എന്നല്ല ഒത്തിരി ഓവറായി മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അനീഷിനെ ഈ പ്രാവശ്യം 5ാമത്തെ പ്രാവശ്യവും ജയിലിലേക്ക് പറഞ്ഞിട്ടു. ശുദ്ധ അസംബന്ധവും ശുദ്ധ തോന്നിവാസമാണ്. ഈ ജയിൽ ടാസ്കിന് മൊത്തം ഒരാളുടെ പേര്, ഇനി അടുത്ത ആഴ്ച വരുമ്പോഴും അനീഷിൻ്റെ പേര് തന്നെ എടുത്തു. അത് കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. കക്കൂഫിലെ ഫ്ലഷ് അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ ഇത് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് അന്നേരം തോന്നിയത്, അനീഷിനെ ക്യാപ്റ്റൻസിയിലേക്ക് അനീഷിനെ അനുവിനെയൊക്കെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരിലേക്ക് ജയിലിലേക്ക് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. അങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ച ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അനീഷിനെ വിട്ടത് അനുവിനെ വേണമെങ്കിൽ വിടാം, 9 വോട്ട് കിട്ടി, അത് വേറെ ഒരാളെ കൂടെ വിട്ടു. ആരിനെ പറഞ്ഞു വിടാമല്ലോ ജയിലിലേക്ക്. കാരണം ആരിനാണ് ഒരു ടാസ്കിൽ ആദ്യമായിട്ട് കള്ളം കാണിച്ചത്. ഒരു സീസണിലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കള്ളം കാണിച്ച് ബിഗ് ബോസ് പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരിനെ വേണമെങ്കിൽ വിടാമായിരുന്നു. ഈ സ്ഥാനത്ത് നമ്മളെപ്പോഴും പറയുന്ന പോലെ അനുവോ അനീഷോ ഷാനവാസോ വല്ലതും ഈ കള്ളം കാണിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും പുകിലല്ലേ? ഇതിൻ്റെ പേര് തന്നെ ഇവരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടേ. ഇവിടെ ആരിൻ്റെ പേര് ആരും പരാമർശിക്കുന്നത് കണ്ടില്ല. അനീഷും ഷാനവാസും മാത്രമേ പരാമർശിച്ചുള്ളൂ. ബാക്കി എല്ലാവരും ഏറാമൂളികളെ പോലെ മാറി നിന്നു. അക്ബറിൻ്റെ അത് കൃത്യമായിട്ട് ലാലേട്ടൻ ചോദ്യം ചെയ്യണം. അനീഷിനെ തുടർച്ചയായിട്ട് ജയിലിലേക്ക് ഇട്ടത്, അനീഷ് അത്രമേൽ വലിയ തെറ്റൊന്നും ചെയ്യുക, അതിലും വലിയ തെറ്റ് ചെയ്ത നെവിനും ആര്യനും അവിടെ ഉള്ളപ്പോൾ അനീഷിനെ വിട്ടത് ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അത് കൃത്യമായിട്ട് ലാലേട്ടൻ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയുള്ള ആഴ്ചകളും അനീഷ് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അനീഷിനെ സംബന്ധിച്ചൊരു സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. അനീഷിന് വല്ലാത്ത വിഷമമുണ്ടായ സംഗതിയുമാണ്. അനീഷ് സ്ക്രീൻ സ്പേസ്, പ്രത്യേകിച്ച് അനുവും അനീഷും കൂടെ ജയിലിൽ കിടക്കുമ്പോൾ ക്യാമറ കണ്ണുകൾ മൊത്തം അവിടെ തന്നെയായിരുന്നു. അതിൻ്റെ പല പ്രൊമോകളും വന്നു. അവർക്ക് ഗുണമായി വരുത്തേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികൾ മരമണ്ടന്മാരാണ്. അവർക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനുള്ള സാമർഥ്യമേ ഇല്ല. ഞാൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ ലോകമണ്ടന്മാരാണ്, ഉടായ്പങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുക. ഇവർ ജയിൽ ടാസ്കിൽ നിന്നൊക്കെ ഒഴിവാകുന്നത് ഇവർ ഏതാണ്ട് വലിയ ബുദ്ധിമാൻ. നമ്മൾ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണുകയാണ്. ഇവർ കാണിക്കുന്ന എല്ലാ തെറ്റുകളും കാണുന്നുണ്ട്. പിന്നൊരു കാരണം ചോദ്യം ചെയ്യേണ്ട ഒറ്റ കാരണം എന്ന് പറയുന്നത് നെവിൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നെവിൻ അനാവശ്യമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ കാണിക്കുന്നുവെന്ന് യാതൊരു പിടിയില്ല. നെവിൻ്റെ മോഷണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മോഷണം. അതിൻ്റെ കൂടെ അനുവിൻ്റെ പുറകെ നടന്നു, അനുവിൻ്റെ ബെഡേ കയറി കിടന്ന് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിന് സപ്പോർട്ടായിട്ട് ആര്യനും നമ്മുടെ അക്ബറും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ അടുത്ത ഓവർ സാധനം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അനുവിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
ലക്ഷ്മി സംസാരിക്കുന്നത് മൊത്തം എന്താണെന്നറിയില്ല. ആ അവസ്ഥയിലാണ്. ലക്ഷ്മി ഒരു സമയത്ത് ഒരു സ്റ്റാൻഡ് പറയും, മറ്റൊരു സമയത്ത് മറ്റൊരു സ്റ്റാൻഡ് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇങ്ങനെ ഈ 2-3 കാര്യങ്ങൾ ചോദിക്കണം എന്ന് നിശ്ചയമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലാലേട്ടൻ ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അനീഷിൻ്റെ ഈ ക്യാപ്റ്റൻസിയിൽ അനീഷിനെ തള്ളിക്കളഞ്ഞ് എല്ലാ പ്രാവശ്യവും ഈ ടാസ്കിൻ്റെ ലെവലിൽ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന പ്രവണത തന്നെ മാറ്റി ഇപ്രാവശ്യം ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരെ കണ്ടില്ലേ? അക്ബർ, ആര്യൻ, നെവിൻ. അതും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അത് മാറ്റണമെന്ന് ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അത് മാറ്റാൻ അവർ തയ്യാറല്ല. അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം എന്ന് ഏകദേശം ഉറപ്പായ കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ടാസ്കിൻ്റെ കാര്യം പറയാൻ സാധ്യതയുണ്ട്. അത് ഷാനവാസിനെ അഭിനന്ദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നുള്ളത്. പിന്നെ ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പാവം മൂട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു പ്രശ്നമല്ല. കാരണം പലർക്കും അക്ബർ ദാനം ചെയ്യുന്നത് കണ്ടു. ആര്യനെയൊക്കെ ജയിപ്പിച്ചത് തന്നെ അക്ബർ ദാനം ചെയ്തതല്ലേ. പിന്നെ അനുവിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത നെവിനെ ഒന്ന് വാൺ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ആ രീതിയിലൊക്കെ പോകും. പിന്നെ കുറച്ച് തമാശകളും ചിലപ്പം ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു മത്സരാർത്ഥി ഒരുപക്ഷെ പുറത്തു പോകാം. 1-2 പേര് പോകും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ലക്ഷ്മിക്കും നെവിനും ഒക്കെ നല്ല ചാൻസ് ഉള്ളതാണ്. നെവിനെ ഈ പ്രാവശ്യം പുറത്ത് വിടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നെവിനും കൂടെ ഈ പ്രാവശ്യം പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മത്സരാർത്ഥി വിടാനുള്ള സാധ്യതയാണ്. അത് തെളിഞ്ഞ് കാണുന്നത് ലക്ഷ്മിയുടെ പേര് പറയുന്നത് കേട്ടു, നെവിൻ്റെ പേര് പറയുന്നത് കേട്ടു, അതുപോലെ അക്ബറിൻ്റെ പേര് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. അപ്പം കൃത്യമായിട്ട് ഒരു പേരില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ലക്ഷ്മി പുറത്തു പോകും എന്നാണ് അറിയുന്നത്. ഇതെന്തുമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല. ഏതായാലും എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പറയട്ടല്ലേ, അതല്ലേ കാണാനൊരു രസം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടായിരിക്കും ലാലേട്ടൻ പോകുന്നത്. പിന്നെ ലാലേട്ടൻ ജുബയും മുണ്ടിലും വരുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം വന്ന് ഈ പ്രാവശ്യം യാതൊരു രക്ഷയില്ല. അടിപൊളി സാധനങ്ങളാണ്. എന്താ ലുക്കല്ലേ. ഈയിടെ ഒരു ബീനാൻ്റണിയാന്ന് തോന്നുന്നു, ലാലേട്ടൻ 10 കൊല്ലം കണ്ടതിനേക്കാൾ ചെറുപ്പമായി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ മമ്മൂട്ടിയെ പറ്റി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ലാലേട്ടനും ചെറുപ്പമായി വന്നത്. അതായത് 10 കൊല്ലം മുമ്പ് ലാലേട്ടൻ അല്ല ഇപ്പം, അതിനേക്കാളും ചെറുപ്പമായുള്ള ലാലേട്ടനെ ഇപ്പം കാണുന്നത്. അപ്പം അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഇനിയും 20 ദിവസം 25 ദിവസത്തോളമേ ഉള്ളൂ. അതിനിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി പ്രശ്നങ്ങളുടെ കണ്ടൻറ്റ് പ്രത്യേകിച്ചില്ല. അനുവും അനീഷും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒട്ടും കണ്ടൻറ്റ് ഇവിടെ കാണത്തില്ല. ഭയങ്കര ബോറായി മാറിയാണ്. പിന്നെ അനുവിൻ്റെയും കണ്ടൻറ്റ് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അനു നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ മേടിക്കുന്ന കാശിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാവരും അക്ബറൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അവിടെ ഇരുന്നാണ് തീരുമാനം എടുക്കുന്നത്. അപ്പം ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ.